നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ലണ്ടനിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഐക്കോണിക് ലാൻഡ്മാർക്കായിട്ടുള്ള മസ്റ്റ് വിസിറ്റ് പ്ലേസുകളിലൊന്നായിട്ടുള്ള ലണ്ടനിലെ ടവർ ബ്രിഡ്ജിന് അരികിലാണ്. 1886 1894 കാലഘട്ടത്തിലാണ് ഈ ഒരു ടവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. വിക്ടോറിയൻ വാസ്തുശാസ്ത്ര സങ്കല്പവും അതോടൊപ്പം തന്നെ മോഡേൺ എഞ്ചിനീയറിങ്ങിൻ്റെയും ഒരു സമന്വയത്തിലുണ്ടായ വലിയ നിർമ്മിതി തന്നെയാണിത്. ആ ഒരു വിക്ടോറിയൻ പ്രൗഢി ഇപ്പോഴും ആ പാലത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ, സഞ്ചാരികളെ ഈ പാലം കാണാൻ വേണ്ടി ഇവിടത്തേക്ക് എത്തിക്കുന്നതെന്ന് എന്നുള്ളത് മാത്രമല്ല, ഒത്തിരി ചരിത്രവും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് മികവും ഈ പാലത്തിനുണ്ട്. 244 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ 65 മീറ്ററാണ് ഈ പാലത്തിൻ്റെ ഉയരം. ഈ പാലത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പാലത്തിൻ്റെ നടുവിലുള്ള ഭാഗം കപ്പലുകൾക്കും ഉയരം കൂടുതലുള്ള ബോട്ടുകൾക്കും പോകുവാൻ വേണ്ടി തുറന്നു കൊടുക്കും. റിവർ തീംസ് വഴി പോകുന്ന കപ്പലുകൾക്കും ബോട്ടുകൾക്കൊക്കെ വേണ്ടി ഈ ഒരു നടുഭാഗം തുറന്നു കൊടുക്കാറുണ്ട് ഈ പാലത്തിൻ്റെ. അതൊക്കെ കാണാൻ 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടുക. ഇതൊക്കെ 100 വർഷം മുന്നേയുള്ള നിർമ്മിതി എന്ന് ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രൗഢി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു പാലത്തിൻ്റെ സെൻട്രൽ സെക്ഷൻ തുറക്കാനും അടക്കാനും വേണ്ടി ഏകദേശം 3 മുതൽ 5 മിനിറ്റ് വരെയാണ് സമയമെടുക്കാറുള്ളത്. ഏകദേശം ഒരു വർഷത്തിൽ 800ഓളം തവണ ഈ ഒരു പാലത്തിൻ്റെ സെൻട്രൽ പാർട്ട് ഓപ്പൺ ചെയ്യാറുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ പാലത്തിൻ്റെ മുകളിലുള്ള 2 ടവറുകളുണ്ടല്ലോ, ഈ ടവറുകളെ ബന്ധിപ്പിച്ചൊരു ഗ്ലാസ് വാക്ക് വേ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെയുള്ള നടത്തവും അതോടൊപ്പം തന്നെ ബ്രിഡ്ജിൻ്റെ നടുഭാഗം ഉയർത്തുന്നതായ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ബ്രിഡ്ജ് പൊങ്ങുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെ ഈ ടവറിൻ്റെ അകത്ത് തന്നെ ബ്രിഡ്ജിൻ്റെ ചരിത്രവും എഞ്ചിനീയറിങ്ങും കൺസ്ട്രക്ഷനൊക്കെ എന്നിവ നേരിൽ കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു എക്സിബിഷനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് വാക്ക് വേ ഉള്ള ആ ഒരു നടത്തമുണ്ടല്ലോ, അത് അതിമനോഹരവും സാഹസികത നിറഞ്ഞതുമായിട്ടുള്ളതാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിന് ഇത്തവണ വന്നപ്പോൾ സാധിച്ചിട്ടില്ല. അടുത്ത തവണ എന്തായാലും ആ ഒരു പോർഷൻ കൂടിയുള്ളൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏകദേശം 40,000 ആളുകളാണ് ഒരു ദിവസം ഈ പാലത്തിലൂടെ കടന്നു പോകുന്നത്. ഈ ഒരു പാലം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ലാൻഡ്മാർക്ക് എന്നുള്ള നിലക്ക് ഒത്തിരി പ്രത്യേകതകളും ഒത്തിരി ഫോട്ടോഗ്രാഫുകളും ഒക്കെ വന്നൊരു പാലമാണിത്. എൻജിനീയറിങ്ങിൻ്റെ ഒരു വിസ്മയം തന്നെയാണ് ഈ പാലം. ഈ ഒരു പാലത്തിൻ്റെ കാഴ്ചകളാണ് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.